കാണുന്നത് മറ്റൊന്നുമല്ല, മാൾട്ടയിൽ പുതുതായിട്ട് അധികാരമേറ്റ ലേബർ പാർട്ടി വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിയുടെ ആഘോഷ പരിപാടികളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന മുഴുവൻ. നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്കത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിർഗുലാണ് കേട്ടോ. വല്ലറ്റയിൽ, മാൾട്ടയിലെ തന്നെ വല്ലറ്റയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിർഗു എന്ന് പറയുന്ന 1500കളുടെ അവസാനത്തോടെ പണി കഴിപ്പിച്ച ഒരു സിറ്റിയാണ്, ഒരു ഹാർബർ സിറ്റിയാണ് ഈ പറയുന്ന ബിർഗു എന്ന് പറയുന്നത്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ബിർഗുവിലേക്കാണ്. നമ്മളിപ്പം ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ബിർഗു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തി. നമ്മൾ വലയറ്റൽ സെൻട്രലിൽ നിന്നാണ് വന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ പോലുള്ള ചെറിയൊരു സംഭവം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളോട് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര വലിയ ആഘോഷ പരിപാടികളാണ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് എല്ലാം നമുക്കത് കാണാൻ വേണ്ടി പറ്റും. റെഡ് ടീഷർട്ട് ഒക്കെ ഇട്ട് നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെയാണ് കേട്ടോ. അതൊരു ഗൈഡഡ് ടൂറായിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ്, അതായത് ബിർഗുവിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇവിടെ ഒരു പാലം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. എന്തൊരു ആഴമാണെന്ന് നോക്കി. അതായത് ഏറ്റവും വലിയ മരം പോലും നമ്മുടെ കാലിന്റെ താഴെ എന്നുള്ള ലെവലിലാണ് നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേനും തോന്നും. അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ ഒരു സിറ്റിയുടെ ചില ഭാഗങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് താഴേക്ക് പോകുന്നതോടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഗേറ്റ് ഓഫ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ഈ ബിർഗുവിന്റെ എൻട്രിയാണ്. ബിർഗു എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് കടന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ഡോറൊക്കെ ആണെങ്കിൽ, ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ എല്ലാം കളർഫുൾ ആയിട്ട് ബ്ലൂവും റെഡ് ഷെയ്ഡൊക്കെ കൊടുത്ത് നന്നാക്കി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വഴികളൊക്കെ നോക്കൂ, എന്തൊരു ഭംഗിയാണ് നോക്കൂ. നമ്മൾ മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിക്കുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഈ ഹാർബറിന്റെ മെയിൻ ആയിട്ടുള്ള ഹാർബറിന്റെ ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് നടന്ന് നമ്മൾ ഇനി നേരെ എത്താൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ മെയിൻ ഹാർബറിലേക്കാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇങ്ങനെ വന്നിറങ്ങുന്നത്. സമ്മർ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് ഹാർബറിന്റെ ഏരിയയിലേക്കാണ് കേട്ടോ. അതായത് നമ്മൾ മുകളിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല ആ ഒരു ഉയരമുള്ള പാലമൊക്കെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ താഴേക്ക് ഇങ്ങനെ ആ ഒരു ഹാർബറിന്റെ ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ്. ഇനി നമ്മൾ ബിർഗുവിന്റെ ഉള്ളിലേക്കും കൂടെ നമ്മൾ നടക്കുന്നുള്ളൂ കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് കണ്ടതിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളായിരുന്നു മുഴുവൻ. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു ബിർഗുവിന്റെ ബിൽഡിംഗ് കാണുന്നതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനല്ലോ കേട്ടോ. ഈവൻ ദ റോഡ്സ് ആൻഡ് ചെയർസ്, എവറിത്തിങ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ ചെയർസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഓരോ ആളുകളൊക്കെ ആയിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇവർ ഈ ഒരു ബീച്ചൊക്കെ നോക്കിയിട്ട്, ഈ ഒരു ഹാർബറൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ആസ്വദിച്ച സമയങ്ങൾ. എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാന്ന് നോക്കി, നല്ല ബ്ലൂ ഷെയ്ഡിൽ, ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡിൽ നല്ല രസമാണ്. കാണുമ്പോഴേ നമുക്കൊന്ന് ചാട്ടി കുളിക്കാനായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ചാടുന്നവരുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഈ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിർഗുവിന്റെ ഹാർബർ ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്ന വിഷ്വൽസ് ആണ് കേട്ടോ ഇത് മുഴുവൻ. ഇവിടെ ഇങ്ങനെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഞ്ചിൻ ബോട്ട്സ് ആണ്, എഞ്ചിൻ വെച്ച ചെറിയ വള്ളങ്ങളാണ്. അപ്പൊ ഈ വള്ളങ്ങളിൽ ഒരു 3 യൂറോ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഈ വള്ളത്തിൽ നമ്മളെ കയറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ്, അതായത് നേരെ ഓപ്പോസിറ്റ് വല്ലറ്റയിൽ നമ്മളെ കൊണ്ടുവിടും. വല്ലറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. വല്ലറ്റ ഹാർബറാണ്, ഇത് ഹാർബറാണ്. അപ്പോൾ വല്ലറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മളെ ആ ഒരു വല്ലറ്റ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വല്ലറ്റയുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുടെ എന്തുവല്ലെന്ന് കണ്ടു നോക്കുക. അപ്പൊ അവിടെ വല്ലറ്റയിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുവിടും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി മുന്നിലേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഫിലിം സെറ്റിലൂടെ, ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ രാജമൗലിയുടെ പടത്തിന്റെ ഒരു ഫിലിം സെറ്റിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇതുവഴി നടക്കുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നു ഒരു യുദ്ധപ്രതീതി. അതായത് 1500 രണ്ടാം ലോക മഹായുദ്ധ കാലങ്ങളിൽ ആ ഒരു സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രാധാന്യം വഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ബിർഗു എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്നുണ്ട് ഈ പീരങ്കിയൊക്കെ, ഇതൊക്കെ നിർവീര്യമാക്കി ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം തന്നെ അറിയാമല്ലോ ഇത് എത്ര പവർഫുൾ ആയിരുന്നു ഈ ഒരു സിറ്റി ആ ഒരു യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ. ഇതൊരു ഹാർബർ ഏരിയ ആയതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഭാഗം ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അവർ അടിച്ച് തകർക്കാൻ നോക്കിയതും ഈ ഒരു ഏരിയ തന്നെയാണ്. കാര്യം ഈ ഒരു ഏരിയ തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കുന്നവരുടെ ഭാഗത്തുള്ള ആ ഒരു സ്വാധീനം കൂടുമല്ലോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ തീം എന്ന് പറയുന്നത് ഒരു ട്രെയിൻ തീമാണ്. അതായത് ഒരു ട്രെയിനിന്റെ ഉള്ളിൽ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ബോഗിക്കകത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, പിന്നെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തി ഒരു ബിയറോ ഒരു ചെറിയ കോഫിയോ ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഭംഗി, നമ്മൾ ഈ കാണുന്ന ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ ഓപ്പോസിറ്റ് വാട്ടർ ഫ്രണ്ട് ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ഭയങ്കര ആസ്വദിച്ച് അവരുടെ സമയം എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു ചെറിയ ക്ലോക്ക് സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുവരെ അന്നത്തെ കാലത്തൊക്കെ ഈ ക്രെയിനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇവർ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി ബിർഗുവിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത്
നമ്മൾ ആ ബിർഗുവിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ സ്റ്റാർട്ടിങ്ങിന്റെ ഏരിയയിൽ തന്നെ നമ്മൾ കാണുന്ന ഷോപ്സ് ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്സ് എന്ന് പറയുന്നത് നമുക്ക് വൈൻ, അവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ വൈൻ ആണ്. അപ്പോൾ ഈ വൈൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് സുവനീർ ഷോപ്പുകളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെ നമ്മുടെ ആ രാജ്യത്തിന്റെ പേരെഴുതിയ പല പല ഭാഗങ്ങളും, ബ്രേസ്ലെറ്റ്സുകളും പിന്നെ മാല, വള, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ഈ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ വൈൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് വൈൻ ഇവർ തരും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് നമ്മൾ ഈ ബിർഗു എന്ന് പറയുന്ന ആ ഒരു 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 ബ്രഹ്മാണ്ട ഒരു 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 പടത്തിന്റെ സെറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന ഫീലാണ് കേട്ടോ നമുക്ക് ഇപ്പം കിട്ടുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ. ഈവൻ ഒരു ചെറിയ കോർണർ പോലും അത്രയും ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചർച്ചാണ്. ഇവിടെ എല്ലാം ഇപ്പോഴും ചർച്ചുകളാണ്. അതായത് ഈ വല്ലറ്റ, ഈ ബിർഗു ഒന്നും മാത്രമല്ല, മാൾട്ടയിൽ നമ്മൾ എവിടെ പോയാലും ചർച്ചുകൾക്ക് ഒരു തരത്തിലുള്ള ക്ഷാമവും. എവിടെ പോയാലും നമുക്ക് പള്ളികൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മള് മുകളിലേക്ക് കയറുകയാണ്. അതായത് നമ്മളിപ്പോൾ ഹാർബറിൽ താഴെയായിരുന്നു, നമ്മളിനി മുകളിലേക്ക് നടന്ന് കയറുകയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സ്ക്വയറിലേക്കാണ്. ബിർഗുവിലെ ഒരു മെയിൻ സ്ക്വയറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ബിൽഡിങ്സും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. അതായത് നമ്മളൊരു പടം വരച്ചിട്ട് അതിനകത്ത് ഓരോ ബിൽഡിങ്സ് ഓരോ ഏരിയ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേനും കാണുന്നത്. ഈ കാണുന്ന സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ തിരക്ക് കുറഞ്ഞ ഒരു സ്ക്വയറാണ്. പൊതുവേ ബിർഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ, ഈ സ്ക്വയറിൽ ഒരുപാട് തിരക്ക് കുറഞ്ഞ ഒരു സ്ക്വയറാണ് കേട്ടോ. ആ സ്ക്വയറിലൂടെയാണ് അതുകൊണ്ട് ഞാൻ മുന്നിലേക്ക് പോയതും. അപ്പോഴല്ലേ നമുക്ക് വിഷ്വൽസ് കുറച്ചും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മൊത്തം ബിൽഡിങ്സിന്റെ ആ ഒരു കോർണറൊക്കെ നോക്കി നമ്മൾ നേരെ എഡ്ജ് വെച്ചിരിക്കുകയല്ല, ആ കോർണറൊക്കെ ഇങ്ങനെ ഷെയ്പ്പാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ബിൽഡിങ്സിന്റെയും മുമ്പിലുള്ള ആ ഒരു ഡോറുകളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതുണ്ടോ, ആ ഡോറിന് മുന്നിലായിട്ട് ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കാര്യം ഇവർക്ക് സ്ഥലം ഒരുപാട് പരിമിതികളുണ്ടല്ലോ. അതായത് റോഡിലേക്ക് തന്നെയല്ലേ നമ്മുടെ വീടുകളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ വീടിന്റെ ആ വാതിലിന് മുമ്പിലായിട്ട് ഒരു ഗേറ്റ് വെച്ചിട്ട് മനസ്സമാധാനം കണ്ടെത്തും. അങ്ങനെയാണ് കേട്ടോ ഇവരെല്ലാം ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് എല്ലാ ഏരിയകളിലും ഈ ഡോറുകളുടെയൊക്കെ ഒരു കളർ ചേഞ്ച് വരുത്തുമ്പോൾ ഈ പച്ചപ്പ്, ഹരിതാഭ, ഈ പച്ചപ്പൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന്റെ ഒരു കുളിർമയാണ് കേട്ടോ. അതായത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആണല്ലോ ഈ ഒരു ബിൽഡിങ്സിനൊക്കെ. അപ്പൊ അതിന്റെ മുന്നിലായിട്ട് നിൽക്കുന്ന ഈ പച്ചപ്പും കൂടെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭംഗിയാണ് കിട്ടുന്നത്. ഞാൻ പലപ്പോഴും പണ്ടത്തെ ഈ തമിഴ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഈ തമിഴ് സിനിമകളിലൊക്കെ ഈ നായകൻ, അതായത് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഇടയ്ക്ക് ഈ സോങ്സിന്റെ കട്ടൊക്കെ വരില്ലേ, അപ്പൊ അവരൊക്കെ ഈ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ വന്നിട്ട് ഈ മൂവി സീൻസ്, ഐ മീൻ ഈ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ നേരിട്ടൊന്ന് കാണുന്നത്. ഈ കാണുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വന്ന ഏരിയകൾ പോലെയല്ല, ഇത് കുറച്ചും കൂടി ഇടുങ്ങിയ ഒരു ഏരിയയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡോറിന്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ എറണാകുളത്തെ ചില ഏരിയകളിലൊക്കെ ചില സ്പായുടെ ഒക്കെ മുന്നിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ കുറെ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില വാൾസിലൊക്കെ ആണെങ്കിൽ ചില സ്റ്റേഡിയങ്ങളുടെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ റോഡില്, അതായത് വാതിലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നല്ല രസം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് മുന്നിലേക്ക് ആ ഒരു വഴിയിൽ തന്നെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോയാണ്. വെറുതെ നടക്കുന്ന ഒരു സുഖമാണ് ഇതുവഴി. നമ്മൾ ചുമ്മാ നടക്കുന്നതിന്റെ ഒരു 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 മനസമാധാനം നമുക്ക് കിട്ടും കേട്ടോ. അത്രയ്ക്കും രസമാണ് ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്. ഭയങ്കര കാമാണ്, ആളുകൾ കുറവാണ്. ഇത്രയും ടൂറിസ്റ്റുകൾ എത്തുന്നെങ്കിൽ പോലും വളരെ ആളുകളുടെ കൗണ്ട് ഭയങ്കര കുറവായിട്ട് നമുക്ക് തോന്നുള്ളൂ ഇതുവഴി നടക്കുന്നത്. കാര്യം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ചുമ്മാ ചില്ലൗട്ട് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇറങ്ങും. ഒരുപാട് തിരക്കില്ല, എന്ത് രസമാണെന്ന് അറിയാം ഇതുവഴിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഫീലാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ പച്ച, ചുമല, നീല, ഇതുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി. അറിയാം, ചെമ്പരത്തി ഈ വേലിക്കൊക്കെ വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചെമ്പരത്തി എന്ന് പറയും, അതായത് വേലി വെക്കുന്നത്. അതിവിടെ ചെടിച്ചട്ടിക്കകത്ത് അറേഞ്ച് ചെയ്തിരിക്കുക. അത്രയും ഞാനൊക്കെ വണ്ടർ അടിച്ചു ഇത് കണ്ടപ്പോ കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ഒരു വീടിന്റെ ഇത് സെപ്പറേറ്റ് വീടാണ്. അപ്പൊ ഈ വീടിന്റെ മുകളിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ചെടിയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബിർഗുലെ മെയിൻ ബിർഗു ചർച്ചിലേക്കാണ് കേട്ടോ. ഈ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1530 കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1530കളുടെ അവസാനത്തോടെ പണിത ഒരു ചർച്ച്, പണി കഴിപ്പിച്ചൊരു ചർച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ, 1500 എന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ 2026. അപ്പോൾ എത്ര കൊല്ലം ഇതിന് പഴക്കമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നൂറ്റാണ്ടുകളുടെ പഴക്കമാണ്.
അപ്പൊ അത്രയും സ്ട്രോങ് ബിൽഡിംഗ് സ്ട്രക്ചറാണ്. അതിനൊരു ചെറിയ കേടുപാട് പോലും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ബിർഗു ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ചർച്ചിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഡോർ കഴിഞ്ഞാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. ഒരുപാട് ചെയർസ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. കുറച്ച് ആളുകൾക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഞാനിവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറച്ച് ആളുകൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആ ഒരു സോങ് നമുക്ക് അവിടെ കേൾക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എനിക്ക്. ഈ കാണുന്ന പോലെ തന്നെ ഈ അൾത്താര, അതായത് ഈ പ്രധാനമായിട്ടുള്ള ആ ഒരു വൈദികൻ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പൊ അതും എല്ലാം ഒരു സ്വർണത്തിന്റെ ഷെയ്ഡാണ്. നമ്മൾ നോക്കുമ്പോൾ സ്വർണം കൊണ്ടാണോ പണിതെന്ന് നമുക്ക് തോന്നും ചില ഭാഗങ്ങളൊക്കെ. അതൊക്കെ ഒറിജിനൽ സ്വർണ്ണമാകാനുള്ള സാധ്യതകൾ കുറവാണ് കേട്ടോ. ഇത് പണ്ടുണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ കാലമൊക്കെ ആകുമ്പോഴത്തേനും അതൊക്കെ മാറ്റി റെനോവേറ്റ് ചെയ്ത് കാണും എന്തുപോലും ഉറപ്പായിട്ടും. അപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഇത് സെന്റ് ജോസഫിന്റെ ഒരു പ്രതിമയാണ്. പിന്നെ ഒരുപാട് മാലാഖമാരുടെ ഏഞ്ചൽസിന്റെ ഒക്കെ പ്രതിമകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാൾട്ടയിലെ തന്നെ ചർച്ചാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ബെർഗുല ഈ ചർച്ചിൽ എന്ന് പറയുമ്പോൾ ഇത്രയും കൊല്ലത്തിന്റെ പഴക്കം എന്ന് പറയുമ്പോഴത്തേനും അത് കാണാൻ വേണ്ടി തന്നെ ആളുകൾ വരും. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡ് ഉള്ള ഒരുപാട് ഷെയ്ഡ്, ഐ മീൻ ഈ ചുവപ്പ് നിറം നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അത് വലിയൊരു പ്രത്യേകതയാണ് ഈ ഇവിടുത്തെ ചർച്ചുകളുടെയൊക്കെ. ഈ ചർച്ചിൽ പ്രത്യേകിച്ച് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ചെന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൂട് തുടങ്ങി വരുന്ന ഒരു സമയം ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ. ഭയങ്കര ഹോട്ടാണ് ഇവിടുത്തെ ഒരു വെതർ എന്ന് പറയുന്നത്. ഒരു 40-45 ഡിഗ്രി ഒക്കെ വരും നല്ലൊരു സമ്മറിലൊക്കെ. ഇതിപ്പോൾ സമ്മർ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ഈ ഇതുണ്ടോ ഇതിന്റെ ആ ഒരു മുകൾ ഭാഗമൊക്കെ ഉണ്ടോ, നല്ലൊരു ഡോമൊക്കെ കൊടുത്തിട്ടൊരു ഒരു കർട്ടൻ ഇങ്ങനെ ഇട്ട പോലെയാണ്. ഒരു നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കർട്ടൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു വെള്ള കർട്ടൻ ഇട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ താഴെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നു കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഈ ക്രെയിനും ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രെയിനൊന്നും ഇല്ലാത്ത കാലത്തെ എങ്ങനെ ഇവരിതൊക്കെ പണിതെടുത്തു എന്നുള്ളത് ഒരു അത്ഭുതം കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അന്നത്തെ മനുഷ്യരെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളിത് ഈ ഒരു ചർച്ചിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിനി ഈ വഴികളിലൂടെ ഇനി മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അതായത് നമ്മൾ ബിർഗുലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. അതായത് ഞാൻ ഷോർട്ടാക്കി കട്ട് ചെയ്താണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതായത് പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരെ ഈ സ്ഥലം ഓർക്കുന്നുണ്ട്, നമ്മൾ ആ തുടങ്ങിയില്ലേ, നമ്മുടെ യാത്ര തുടങ്ങി ആ വാട്ടർ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഐ മീൻ ആ ഫൗണ്ടൈനിലാണ്, വാട്ടർ ഫ്രണ്ട് അല്ല, ആ ഒരു ഫൗണ്ടൈനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ നമ്മൾ പോയത്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കാണുന്ന പോലെ തന്നെ ചില ബസ് നമ്പറൊക്കെ ഉണ്ടല്ലോ, 2, 3 അപ്പൊ ആ ഒരു ബസ് നമ്പർ നോക്കിയിട്ട് നമ്മുടെ വീടിന് അങ്ങോട്ടുള്ള ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ബസ്സുകൾ വന്നു. ഈ ബസ്സിലുള്ള യാത്രയിൽ ഞാനും എന്നെ കൂടെ കൂട്ടുവാണെങ്കിൽ 4-5 ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ തിരക്കില്ലാത്ത ഒരു സമയമായിരുന്നു. ഇപ്പൊ ഈ ഒരു റോഡിന്റെ 2 വശങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നമ്മൾ ബിർഗു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് കയറി വന്നപ്പം ബിർഗുവിന്റെ ബിൽഡിങ്സിന്റെ ഒക്കെ ഒരു ഭംഗി നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു കാണും താഴെ. അതായത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന, കൃത്യമായിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തനി യൂറോപ്പ് സ്റ്റൈലുള്ള ബിൽഡിങ്സ് ആയിരുന്നു അവിടെ മുഴുവൻ. ഈ ഒരു ഡിഫറൻസ് കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബിർഗുവിന്റെ ഒരു ഭംഗി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അതായത് വല്ലറ്റ, ബിർഗു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പം നമ്മൾ നേരെ സിറ്റിയിൽ, ഐ മീൻ നമ്മൾ ആദ്യം വല്ലറ്റേക്ക് പോയി. കാര്യം അതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റേഷൻ. നമ്മൾ അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ലേബർ പാർട്ടി, ഞാൻ പറഞ്ഞ പോലെ ലേബർ പാർട്ടിയുടെ വൻ വിജയത്തിന്റെ ആഘോഷ പരിപാടികളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് മുഴുവൻ. എല്ലാവരും ഒരു ബിയറൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, വലിയ ട്രക്കുകളൊക്കെ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ എംറ്റി ആക്കിയിട്ട് അവിടെ നിന്ന് ഭയങ്കര ഒരു ഡാൻസ് പാർട്ടി സെറ്റപ്പിലൊക്കെയാണ്. ചെറിയ ജിപ്സിയിലൊക്കെ വരെ ആളുകൾ ഇങ്ങനെ ഫുൾ റെഡ് അടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആഘോഷ പരിപാടികളുണ്ട്. ഇവർ എൻജോയ് ചെയ്യാണ് അവരുടെ പാർട്ടി. ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ പാർട്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു പാർട്ടിയാണിത്. അപ്പോൾ അതിന്റെ വിജയാഘോഷം ഇവർ നന്നായിട്ട് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ബിർഗുവിന്റെ എല്ലാ കാഴ്ചകളിലേക്കും പോയി, നമ്മൾ ഹാർബറിലേക്ക് പോയി, നമ്മളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗുകൾ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.